പാശ്ചാത്യ ജീവിതക്രമത്തോടുള്ള ഭ്രമം പ്രമേയമാക്കുന്ന ഡോക്യുമെന്ററിയുമായി സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ദേശീയ ഡോക്യുമെന്ററി മേളയിലേക്ക്. ചലച്ചിത്ര വിദ്യാർത്ഥി കൂടിയായ അനൂപിന്റെ ചിത്രമായ എ ഡ്രീം കോൾഡ് അമേരിക്ക ഈ മാസം 26-ന് ദില്ലിയിൽ നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കും. അച്ഛന്റെ വഴിയെ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ. അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷനിൽ PG വിദ്യാർത്ഥിയായ അനൂപ് തന്റെ പരിശീലന കാലയളവിലെ ചിത്രവുമായി ദേശീയ ഡോക്യുമെന്ററി മേളയിലെത്തുകയാണ്. ഈ മാസം 26 മുതൽ ദില്ലിയിൽ ഏഷ്യാതലത്തിൽ നടക്കുന്ന ജീവിക ലൈവ്ലിഹുഡ് ഡോക്യുമെന്ററി മേളയിലാണ് അനൂപ് സംവിധാനം ചെയ്ത എ ഡ്രീം കോൾഡ് അമേരിക്ക പ്രദർശിപ്പിക്കുന്നത്. യുവതലമുറയുടെ പാശ്ചാത്യ ജീവിതക്രമത്തോടുള്ള അഭിനിവേശമാണ് യഥാർത്ഥ ജീവിതം പശ്ചാത്തലമാക്കി അനൂപ് എ ഡ്രീം കോൾഡ് അമേരിക്കയിലൂടെ വിവരിക്കുന്നത്. അഹമ്മദാബാദിലെ ഫുട്പാത്തിൽ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന അഫ്താബും 5 മക്കളും. അഫ്താബിന്റെ മൂന്നാമത്തെ മകൻ അമേരിക്കയിൽ സ്കോളർഷിപ്പ് ലഭിച്ച് പഠനം നടത്തുകയാണ്. 14 വർഷം ജീവിച്ച നാടുവിട്ട പാശ്ചാത്യ നഗരത്തിലേക്ക് ചേക്കേറിയപ്പോൾ മകന്റെ ജീവിതക്രമവും ചിന്തയും മറുനാടൻ രീതികളിലേക്ക് മാറിയിരിക്കുകയാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടക്കുന്ന ഡോക്യുമെന്ററി മേളയിലേക്കും ഓഹിയോ മേളയിലേക്കും ഡോക്യുമെന്ററി ഇതിനോടകം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനൂപിന്റെ ഇരട്ട സഹോദരനായ അഖിൽ അച്ഛനൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിക്കുകയാണ്. പരിശീലന കാലയളവിൽ സഹപാഠി സംവിധാനം ചെയ്ത പരസ്യചിത്രത്തിലും അനൂപ് അഭിനയിച്ചിട്ടുണ്ട്. Well, I'm thinking of if I go to US and I got the jobs and everything, so I will come for a visit and stuff, but I don't want to settle over in India. I would love to settle in America. I would settle in India. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ. ഇപ്പോൾ സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. അനൂപ്, തുടക്കത്തിലെ തന്നെ വലിയ നേട്ടത്തിനൊപ്പം പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്തു തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഫെസ്റ്റിവലിലേക്ക് പോവാന്ന് പറയുമ്പോൾ വെരി ഹാപ്പി ഉണ്ടായി. തീർത്തും സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയമാണ് ചിത്രം പറയുന്നത്. ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ? അത് ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തെ കാണുമായിരുന്നു. എന്റെ കോളേജിനടുത്താണ് വർക്ക് ചെയ്യുന്നയാള്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോഴാണ് ഈ സിറ്റുവേഷൻ കണ്ടത്. ഒരു മുറി വീട്ടില് 7 പേർ ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെയാണ് ഈ പയ്യൻ ഷഹബാസ് എന്ന കുട്ടീനെ അവൻ 1 ഇയർ US പോയതിനു ശേഷമുള്ള അവന്റെ ചേഞ്ചസ് കണ്ടപ്പോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഹലോ, അച്ഛന്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കാനാണോ അനൂപിന്റെയും തീരുമാനം? സിനിമയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് മകളിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതില്. അപ്പൊ ഞങ്ങള് വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് IT വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇരട്ട സഹോദരനായ അഖിൽ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുകയാണ്. താങ്കളുടെ ലക്ഷ്യം എന്താണ്? മറുനാടൻ സിനിമയാണോ? മറുനാടനല്ല, എനിക്ക് മലയാളം ഇൻട്രസ്റ്റ്. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഐ ട്രൈ ടു മേക്ക് ഫിലിംസ് ഇൻ മലയാളം. അന്തിക്കാട്ട് ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു പ്രതിഭയെ കൂടി നമുക്ക് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അനൂപ്.